ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. അങ്ങനെ വിഷുവൊക്കെ കഴിഞ്ഞു. എല്ലാവരും വിഷുവൊക്കെ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്തത് വരാൻ പോണത് ഈസ്റ്റർ അല്ലേ. ഇന്ന് ഞാൻ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഒരു ചിക്കൻ തോരനാണ് തയ്യാറാക്കണത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ചിക്കൻ തോരൻ തയ്യാറാക്കാൻ തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്കിനി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടി പോരുത് കേട്ടോ. കുറഞ്ഞാലും നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മളിനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ്, പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി വളരെ കുറച്ച് മതി ഇപ്പോൾ. പിന്നെ കൂടുതൽ സ്പൈസി ആവുന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ കൂടുതൽ ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാനിനി ഒരു അരമണിക്കൂർ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. കൂടുതൽ സമയം വെക്കണമെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 20 ചെറിയുള്ളി. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളി തന്നെയാണ്. ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവോള എടുക്കാം. പക്ഷേ ചെറിയുള്ളി ഉപയോഗിക്കണ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല സവോളയ്ക്ക്. പിന്നെ 2 വലിയ പച്ചമുളക്, ഒരു അത്യാവശ്യം വലിയ കഷ്ണം ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 7-8 തണ്ട് കറിവേപ്പില. നമുക്ക് ആദ്യം ഈ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പം ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ തോരൻ തയ്യാറാക്കാൻ തുടങ്ങാം. ചിക്കൻ തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതുകൊണ്ട് നമുക്കിനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം, ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം, ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഈ ഉള്ളിയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചിക്കനിലേക്ക് ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി കേട്ടോ അതിലേക്ക്. ഇനി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്കൊരു 2-3 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ബാക്കി കറിവേപ്പില നമുക്ക് പിന്നീട് ചേർക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നാടൻ രീതിയിലുള്ള തോരൻ തന്നെയാണ്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. എണ്ണ പോരാന്ന് തോന്നണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എനിക്കിപ്പോൾ കുറച്ച് ഓയിൽ കുറവായിട്ടാണ് തോന്നുന്നത്. ഞാനിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണും കൂടിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇതെല്ലാം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അതായത് ചതച്ചമുളക്. ചതച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഇനി ഒരു 1/4 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച്. അല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറണം. അതോടൊപ്പം ഈ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും വേണം. നമുക്കിനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മുറിച്ച് വെച്ച പച്ചമുളകാണ്. പിന്നെ ബാക്കിയുള്ള കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടുതൽ ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കൻ തോരന് നല്ലൊരു ഫ്ലേവർ വരും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല. ഈ ചിക്കൻ ചൂടായിട്ട് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തോട്ട് വരും.
അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് ആണ്. ചിക്കൻ ബ്രസ്റ്റ് കുക്കായിട്ട് വരാൻ അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഇപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ബ്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ചിക്കൻ കഷ്ണങ്ങൾ എടുക്കാം, അതിൽ നിന്ന് ബോൺലെസ് കഷ്ണങ്ങൾ കട്ട് ചെയ്ത് എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എല്ലോട് കൂടിയ ചിക്കൻ കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചിക്കൻ തോരൻ തയ്യാറാക്കി എടുക്കാം. പക്ഷേ എല്ലിലെത്തുമ്പോൾ നമുക്ക് കഴിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പക്ഷേ ടേസ്റ്റ് തന്നെയാണ് എല്ലോട് കൂടിയുള്ളതാണെങ്കിലും. രണ്ട് രീതിയിൽ നമ്മൾ ചിക്കൻ തോരൻ സാധാരണ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഞാനിനി ഇത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. കുറച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം പുറത്തോട്ട് തന്നെ വന്നോളും. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം നന്നായിട്ട് തന്നെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വെള്ളം മതി ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വരാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ചിക്കൻ ബ്രസ്റ്റ് ആയ കാരണം ഇത് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് വരും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇതിനി നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പോ വെന്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. ഞാനിതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിത് തുറന്ന് വെച്ചതൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്, കാരണം ഇത് വെന്തിട്ടുണ്ടല്ലോ. ഇതിനെ ഒന്നും കൂടി ചെറിയ കഷ്ണങ്ങളാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കുക. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല, ഇതുപോലെ തന്നെയാണ് തയ്യാറാക്കണത്. ഇതിനെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പോൾ ഇതിലത്തെ വെള്ളം ആവശ്യത്തിന് തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, എന്നാൽ ഒരുപാട് ഡ്രൈ ആയിട്ടുമില്ല. ഞാൻ ഇനി ഇതിലേക്ക് നാളികേരം ചെറുകിയത് ചേർത്ത് കൊടുക്കുകയാണ്. 1/4 കപ്പാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ചിക്കൻ തോരനൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരുപാട് നാളികേരം ചെറുകിയതിൻ്റെ ആവശ്യമില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ തോരൻ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ഈ സ്റ്റേജിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ട് ഇതിന്, കാരണം നമ്മളിതിലേക്ക് ചില്ലി ഫ്ലേക്സ്, പച്ചമുളക്, മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കണ അത്രയ്ക്ക് മുളക് പൊടിയൊന്നും ചേർക്കരുത്, കാരണം ഇതിന് ഗ്രേവി ഒന്നും ഇല്ലല്ലോ. അത് കാരണം പെട്ടെന്ന് തന്നെ എരിവൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ അത്യാവശ്യം എരിവ് ഉണ്ടാവണം, കാരണം നോൺ വെജ് ഡിഷസ് ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം എരിവുണ്ടെങ്കിൽ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ എരിവ് കുറച്ച് നമുക്ക് തയ്യാറാക്കാം. ഇതിന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. എനിക്ക് ഈ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 6 മിനിറ്റ് ആവശ്യമായിട്ട് വന്നുള്ളൂ, കാരണം പെട്ടെന്ന് തന്നെ കുക്കാവണ ചിക്കനാണിത്. ഇപ്പോൾ നമ്മൾ എടുക്കണ ചിക്കൻ അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. ചില ചിക്കനൊക്കെ വെന്ത് വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. പിന്നെ ഇത് മസാല പിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി സമയം, ഡ്രൈ ആക്കി എടുക്കാനൊക്കെ അത് കുറച്ചും കൂടി സമയം നമ്മൾ എടുത്തു. പക്ഷെ വേവാനെടുത്ത സമയമാണ് ഞാൻ പറഞ്ഞത് 6 മിനിറ്റ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ചിക്കൻ തോരൻ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി ഡ്രൈ ആക്കുമ്പോഴാണ് ശരിക്കും നല്ല ടേസ്റ്റ് വരിക. വെള്ളം ഒട്ടും തന്നെ ഉണ്ടാവരുത്. പിന്നെ ഈ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയിട്ടും പോവരുത്. ഞാനിനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് പുളി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുരു മാറ്റിയതിന് ശേഷമാണ് ഞാനിത് പിഴിയണത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇത് ചോറിന്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ തന്നെയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ മറ്റൊരു അടിപൊളി റെസിപ്പി നമുക്ക് വീണ്ടും കാണാം.